എത്ര ആൾക്കാർ ഈ വെള്ളം കുടിക്കുന്നുണ്ട് ചിന്തിച്ചു നോക്കുക. എൻ്റെ പെരയത്തെ കിണറ്റിൽ വെള്ളം കുടിക്കുന്ന കിണറ്റിലേക്ക് അത് കച്ചറ കൊടുക്കുമ്പോഴത്തേക്ക് എൻ്റെ അവസ്ഥ എന്താ പറയാ? എന്ത് ഡൗണാണ് ചെങ്ങ അടവൊന്നും ഇറക്കണ്ട, മനസ്സിലാക്കണം എല്ലാവർക്കും. ഇത് കൊടുക്കുന്ന കൈകാലൊന്നും മറക്കില്ല. ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ ഇൻസ്റ്റയിലൊക്കെ ഇട്ട് ഒരു ഫോട്ടോ. കാടാമ്പുഴ തൂവപ്പാറയിൽ രാത്രിയുടെ മറവിൽ വൻതോതിൽ അപകടകരമായ മാലിന്യങ്ങൾ തള്ളിയതായി പരാതി. ഈ മാസം 4-ാം തീയതി രാത്രിയിലാണ് സംഭവം. എടപ്പാളിലെ ഒരു പ്രമുഖ സ്ഥാപനത്തിൽ നിന്നുള്ള കുപ്പിച്ചില്ലുകളും വാഹനങ്ങളുടെ തുരുമ്പിച്ച ഭാഗങ്ങളും ഉൾപ്പെടെയുള്ള മാലിന്യങ്ങളാണ് ഇവിടെ കൊണ്ടു തള്ളിയത്. വളാഞ്ചേരി സ്വദേശികളായ ആളുകളാണ് ഈ കൃത്യത്തിന് പിന്നിലെന്നാണ് ലഭിക്കുന്ന വിവരം. മാലിന്യങ്ങൾക്കിടയിൽ നിന്ന് ലഭിച്ച രേഖകളുടെ അടിസ്ഥാനത്തിൽ നാട്ടുകാർ പഞ്ചായത്തിലും തുടർന്ന് പോലീസ് സ്റ്റേഷനിലും പരാതി നൽകി. വിഷയം മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അദ്ദേഹം കർശന തുടർ നടപടികൾക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് നാട്ടുകാർ എടപ്പാൾ പഞ്ചായത്ത് അധികൃതരെ സമീപിച്ചെങ്കിലും തങ്ങൾക്ക് ഇതിൽ യാതൊരു ഉത്തരവാദിത്വവുമില്ലെന്ന നിഷേധാത്മക നിലപാടാണ് അവർ സ്വീകരിച്ചത്. എടപ്പാളിലെ പല സ്ഥാപനങ്ങളും കൃത്യമായി ലൈസൻസ് ഇല്ലാതെയാണ് പ്രവർത്തിക്കുന്നതെന്നും ആക്ഷേപമുണ്ട്. തുടർന്ന് മാറാക്കര പഞ്ചായത്ത് വാർഡ് മെമ്പർ സമീറയുടെ ശക്തമായ ഇടപെടലിനെ തുടർന്ന് പോലീസ് പ്രതികളെ വിളിപ്പിച്ചു. തള്ളിയ മാലിന്യം അവർ തന്നെ തിരികെ കൊണ്ടുപോകണമെന്ന് പോലീസ് നിർദ്ദേശിച്ചെങ്കിലും ആദ്യഘട്ടത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് കടുത്ത അവഗണനയാണ് ഉണ്ടായതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. പോലീസിന്റെ കർശന മേൽനോട്ടമില്ലാത്തതിനാൽ മാലിന്യം പൂർണ്ണമായി തിരികെ എടുക്കാതെ വാഹനം രക്ഷപ്പെടാൻ ശ്രമിച്ചു. എന്നാൽ പ്രദേശത്തെ യുവാക്കൾ സംഘടിച്ച് ഈ വാഹനത്തെ പിന്തുടരുകയും വഴിയിൽ വെച്ച് തടയുകയുമായിരുന്നു. ഇതോടെ രംഗം വഷളാകുമെന്ന് മനസ്സിലാക്കിയ പോലീസ് വീണ്ടും ഇടപെട്ടു. തുടർന്ന് മാലിന്യം തള്ളിയവരെ കൊണ്ട് തന്നെ അവശിഷ്ടങ്ങൾ മുഴുവൻ തിരികെ വാഹനത്തിൽ കയറ്റിച്ച് സ്ഥലം വൃത്തിയാക്കിച്ച ശേഷമാണ് വാഹനം വിട്ടയച്ചത്. രാത്രികാലങ്ങളിൽ ജനവാസ മേഖലകളിൽ മാലിന്യം തള്ളുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ഡെസ്ക് D4 ന്യൂസ്.